العالمين على سيد الكونين وسروجه من كان في قلبه محب محمد. ആരുടെ കൽബിലാണോ മുത്ത് ഹബീബിനോടുള്ള ഹുബ്ബെങ്കിൽ ഫാസ ഫൗസൻ അളീമ, അവന് വലിയ വിജയം ലഭിക്കും, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മൗലിദ് നന്നായിട്ട് ചൊല്ലിക്കോളി, ആ സാസിലൊക്കെ നന്നായിട്ട് പങ്കെടുത്തോളി. മദ്ഹ് ഒരിക്കലും ഒഴിവാക്കണ്ട. ഹുബ്ബ് പരക്കട്ടെ, ഹുബ്ബ് പ്രസരിക്കട്ടെ. ഹബീബ് മക്കയിൽ ജനിച്ചു, ബിംബങ്ങൾ തലകുത്തി വീണു. പക്ഷെ അതുകൊണ്ട് നമുക്കെന്താ ചരിത്രം പറയാന്നല്ലാതെ. ഹബീബ് ജനിക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. അപ്പൊ അവിടെയുള്ള ബിംബങ്ങളും തലകുത്തി വീഴും. ഇവിടെ കുറെ ബിംബങ്ങളുണ്ട്. അത് മനസ്സിലായിട്ടില്ല. കൽബിൽ കുറെ ബിംബങ്ങളുണ്ട്. ആർത്തിയുടെ ബിംബം, കാമബിംബം, ദ്രോഹബിംബം, ക്ഷുദ്രബിംബം, അലച്ച ബിംബം, അഹങ്കാര ബിംബം, അസൂയ ബിംബം. അതൊക്കെ കൽബാകുന്ന കാബിന്ന് തലകുത്തിയാണ്ട് വീടും. ഇവിടെ ജനിക്കണം മുഹമ്മദ് മുസ്തഫ. എന്നാ ഇപ്പൊ തന്നെ തലകുത്തി വീഴും. ഒരൊറ്റ കൈ വന്ദിച്ച ദുആക്ക് ഇജാബത്ത് റെഡിയാണ്. കൽബിൽ ഉദിക്കണം മുഹമ്മദ് മുസ്തഫ. മക്കത്ത് ഉദിച്ചിട്ട് നേരെ മുമ്പിൽ അബൂജാഹിൽ ഉണ്ടായിട്ട് വലിയ കാര്യം കിട്ടാവും. കാരണം അബൂജാഹിലിന്റെ കൽബിൽ ഉദിച്ചില്ല ഇയാള്. നേരെ മറിച്ച് വേറൊരു അബു